ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വന്നിട്ടുള്ളത് കുറച്ച് ദിവസത്തിന് ശേഷമാണല്ലേ. കുറച്ച് തിരക്കായിരുന്നു, എല്ലാവരോടും സോറി കേട്ടോ. അപ്പോൾ ഇനി മുതൽ നമുക്ക് കഴിയുന്നതും ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഒരു എഗ് മയോ സാൻഡ്വിച്ച് വരെയാണ്. എല്ലാവരും വെജ് മയോ സാൻഡ്വിച്ച് ട്രൈ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 2 ബ്രെഡാണ് കേട്ടോ. 2 ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സ്ലൈസിൻ്റെ ഈ വക്കൊക്കെ ഉണ്ടല്ലോ, അരികൊക്കെ, അതൊക്കെ ഒന്ന് മുറിച്ച് മാറ്റുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുക. 2 ബ്രെഡ് ആണെങ്കിൽ 2 കോഴിമുട്ട കേട്ടോ, അപ്പോഴേ നമുക്ക് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമുക്കിതിലേക്ക് ചുവന്ന മുളക്, വറ്റൽമുളകില്ലേ, അത് പൊടിച്ചതും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു ദോശത്തവ അല്ലെങ്കിൽ ആ തവ വെച്ചിട്ട് അതിലേക്ക് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് നമുക്ക് ചേർത്തി കൊടുക്കാം. ചേർത്തതിന് ശേഷം നല്ലതുപോലെ തവയുടെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കലക്കി വെച്ച ഈ എഗ്ഗിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒരു ഓംലെറ്റ് പോലെ നമ്മൾ ആക്കലില്ലേ, അതുപോലെ ആക്കുക. നല്ലപോലെ പരത്തിയിട്ട് എന്നിട്ട് ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് ഒരു ഭാഗം ഇങ്ങനെ മുക്കിയതിന് ശേഷം മറ്റേ ഭാഗവും ഇങ്ങനെ നല്ലതുപോലെ നമ്മൾ ആ 2 ഭാഗത്തും നമുക്ക് എഗ്ഗിൻ്റെ ഇതാവണം, ആ രീതിയിൽ ആക്കിയെടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ എഗ്ഗ് ആയി വരണം കേട്ടോ. ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് വെന്ത് വരുമ്പോൾ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഈ ഒരു സൈഡിൽ നിന്ന് എടുത്ത് മറിക്കരുത് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കുക, ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ഈ 2 ബ്രെഡും ചട്ടകത്തിൻ്റെ മുകളിലേക്ക്, കോരിയുടെ മുകളിലേക്ക് ആക്കിയതിന് ശേഷം മറിച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ മുറിഞ്ഞു പോകും, കാരണം അത്രയും നൈസായിട്ടായിരിക്കും നമ്മുടെ ഈ എഗ്ഗ് ഉണ്ടാവുക. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഭാഗം ഒന്ന് ഇങ്ങനെ ഓംലെറ്റ് മൊത്തം ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് ആവുന്ന രീതിയിൽ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇതുപോലെ മടക്കി കൊടുക്കുക. ഈ എഗ്ഗൊക്കെ നമ്മൾ ഈ ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടും. എന്നിട്ട് നമുക്ക് ഒരു സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ മറ്റേ ബ്രെഡ് ഉണ്ടല്ലോ, 2ാമത്തെ ബ്രെഡിൻ്റെ പോർഷനിൽ ഒരു സ്പൂണ് ടൊമാറ്റോ സോസും ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ആക്കി കൊടുത്തതിന് ശേഷം ഒരു സവാള, ഒരു ടൊമാറ്റോ, ഒരു കുക്കുംബർ, കക്കരിയും കൂടെ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, മടക്കി കൊടുക്കുകയാണ് കേട്ടോ. മടക്കി കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് തിരിച്ചിട്ടിട്ട് ആ ഭാഗം കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് വേവിച്ചെടുക്കുക. ഇത്ര മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴല്ലേ നമ്മുടെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നല്ലൊരു റെസിപ്പിയോ അല്ലെങ്കിൽ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ടു മൈ ചാനൽ. ബൈ ബൈ.